തൃശൂർ ചെറുതുരുത്തിയിൽ ഇടിമിന്നലേറ്റ് കോളേജ് വിദ്യാർത്ഥിനിക്ക് പരിക്ക്. ചെറുതുരുത്തി ദേശമംഗലം സ്വദേശി അനശ്വരയ്ക്കാണ് പരിക്കേറ്റത്. അനശ്വരയുടെ അമ്മയും പിതാവിന്റെ മാതാവുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇവർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ബുധനാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. ഇടിമിന്നലിന്റെ ആഘാതത്തിൽ അനശ്വരയുടെ കാലിന് പൊള്ളലേറ്റിട്ടുണ്ട്. വലിയ ശബ്ദത്തോടെ തീഗോളം വീടിനകത്തേക്ക് വരികയായിരുന്നു. അതേസമയം അനശ്വരയുടെ മാതാവ് സുബിതയും പിതാവിന്റെ അമ്മ ജാനകിയും ഒഴിഞ്ഞുമാറിയതിനാൽ അപകടമൊഴിവായി. പുറമൊന്ന് പോയിട്ട് അകത്ത് പോയിട്ട് വാതിലടച്ചിട്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് മോള് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകാൻ അമ്മ വേഗം ആയോ, നല്ല മിന്നുന്നുണ്ട് പറഞ്ഞപ്പോൾ അവൾ ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് കട്ടിലുമ്പോൾ കയറി ഇരുന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും അത് പൊട്ടിത്തെറിഞ്ഞു. പൊട്ടി ആകെ പുക മയായി. അവിടെ കണ്ണും കാണാനില്ല, ചെവിയൊക്കെ പൊട്ടിയടച്ച് നാവൊക്കെ പൊങ്ങണില്ല, വർത്തമാനം പറയാൻ പറ്റാത്ത രീതിയിൽ. എന്താ ചെയ്യുന്നത്, ശരീരം ആകെ തളർന്നു. മഴയിടിയും തുടങ്ങിയത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിലും എല്ലാ സ്വിച്ച് ബോർഡും അടിച്ചു പോയി. മോളുടെ കാലിൽ ചെറിയ പരിക്ക് പറ്റി. ഈ വയറ് പൊട്ടിത്തെറിച്ച് വന്ന് ഒരു തീഗോളം അകത്തേക്ക് വന്നു. പിന്നെ എൻ്റെ ചെവിയൊക്കെ ആകെ കേൾവി ശക്തി പോയിരിക്കും. ചെവി ആകെ അടഞ്ഞ പോലെയാണ്. മോളനെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി. കുഴപ്പമില്ല ഡോക്ടർ പറഞ്ഞത്. ചെറിയൊരു മുറിയുണ്ട് കാലിന്മേൽ, ഓയിൻമെൻ്റ് തന്നിട്ടുണ്ട്. പരിക്കേറ്റ അനശ്വരയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിമിന്നലിന്റെ ആഘാതത്തിൽ സ്വിച്ച് ബോർഡുകളടക്കം പൊട്ടിത്തെറിച്ചു. ചുവരുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അനശ്വരയുടെ പിതാവ് സതീഷ് ജോലി സംബന്ധമായും സഹോദരൻ പഠനാവശ്യത്തിനായും വിദേശത്താണ്. ജനം, തൃശൂർ.